ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ക്ലൈമറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടില്ലേ. അതായത് ഒരു ചുട്ടുകൊള്ളുന്ന വെയിലിനൊക്കെ ഒരു വലിയ രീതിയിൽ ഒരു ആശ്വാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയും കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ടായാലും നല്ല രീതിയിലൊരു മഴക്കാലം അല്ലേ വരാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈമിൽ നന്നായിട്ട് തീ കത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ കുറച്ച് വിറക് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഞാനിപ്പോൾ താഴേക്ക് ഇങ്ങനെ എടുത്തിടുന്നത് ഫുള്ള് നമ്മൾ കഴിഞ്ഞ ദിവസം മിഷൻ വാളിൽ മുറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഉണങ്ങിയത് അതുപോലെ തന്നെ വിറകിനായിട്ട് പറ്റിയായിട്ടുള്ള കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുറിച്ച് പീസ് ആക്കിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മളിതാ ഈ ഒരു ലെവലിലാണ് അപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും അതിപ്പോൾ പല ഏരിയയിലായിട്ടാട്ടോ കിടക്കുന്നത്. കാരണം ഓരോരോ ഏരിയയിലും ഉണങ്ങിയതും അതുപോലെ തന്നെ നമുക്ക് വിറകിന് പറ്റിയതൊക്കെ ആയിട്ടുള്ളത് ഓരോരോ ഏരിയയിൽ നിന്ന് നമ്മളങ്ങനെ മുറിച്ച് പീസ് ആക്കിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്നെല്ലാം ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ താഴേക്കാണ് ഇടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലെവൽ വരെ നമ്മൾ ഇപ്പം മേളിൽ നിന്ന് താഴേക്ക് ഇടുന്നുണ്ട്. അതാ നമ്മുടെ ആവണിക്കുട്ടിനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആളവിടെ ഇതെല്ലാം നോക്കി ആ ഒരു സ്കൂട്ടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അനുസരണയോടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ വന്നിട്ടായാലും കുറച്ച് ടൈം ആയിട്ടുണ്ട്. എന്തായാലും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തായാലും ബാക്കിയുള്ള എല്ലാ വർക്കും ഇതുപോലെ ഒന്ന് താഴേക്ക് എടുത്തിടാം. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നുകൂടി താഴേക്ക് ഇട്ടാലും നമുക്ക് ആ ഒരു താഴെ നമ്മുടെ ആ ഒരു വണ്ടി പോകുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തുള്ളൂ. ഈ ഒരു ഏരിയയിൽ ഫുൾ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മേളിലേക്ക് ഇല്ല. അപ്പോൾ മുറിച്ചിട്ട് എല്ലാം നമുക്ക് താഴേക്ക് എടുത്തിടാം. കുറച്ചുകൂടി ഉണ്ട്, അത് എടുക്കട്ടെ. എന്തോ പിന്നെ ഈ ഒരു വിറകൊക്കെയാണ് നല്ല രീതി തന്നെ ഉണങ്ങിയതാണ്. നമുക്കൊന്ന് വെട്ടി മുറിച്ചൊന്ന് കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത്രത്തോളം നല്ല രീതി തന്നെ ഉണങ്ങി ഒട്ടും വെള്ളമൊന്നും കുടിക്കാത്ത നല്ല വിറക് തന്നെയാണ്. അപ്പം എന്തായാലും നല്ല രീതി തന്നെ തീ കത്തുന്ന വിറകും കൂടിയാണ്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ നമ്മൾ താഴേക്ക് എടുത്തിട്ടുണ്ട്. നോക്കി ഓരോ വിറകിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഇതിനേക്ക് നമ്മൾ നന്നായിട്ട് വെട്ടി കീറിയാൽ മാത്രം നമുക്ക് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് കവട്ടക്കമ്പുകൾ പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊത്തത്തിൽ കിടക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് നല്ല വെയിലൊരു ദിവസം തന്നെ ആയിരുന്നു നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വൈകുന്നേരമാണ്. അപ്പോൾ എന്തായാലും വെയിലിൻ്റെ ആ ഒരു താഴ്ച, അതായത് വെയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു സൂര്യൻ്റെ ആ ഒരു കുത്തൽ ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ അവിടെ നോക്കി നമ്മുടെ ചുക്കിട്ടി ചീരി ആട്ടോ, അത് നമ്മുടെ മണിത്തക്കാളിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിൽ കുറച്ച് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല ആയാലും അതുപോലെ തന്നെ അതിൻ്റെ കായൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇലയൊക്കെ തോരൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആവണിക്കുട്ടിയിൽ നമ്മളിപ്പോൾ അവിടെ സ്കൂട്ടിയുടെ പൊക്കത്ത് ഇരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പണിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് ആളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഇറങ്ങിയിട്ട് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തൊട്ട് മേളിൽ തന്നെയാണ്, നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവൾ ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് നടന്ന്. പിന്നെ എന്താണ് നമുക്ക് ബാലൻസ് ഉള്ള വിറകും കൂടി എടുത്തിട്ടാണ്. അപ്പോൾ ഇത്രയും ആട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിലിപ്പോൾ ഒരു ടൈപ്പ് വിറകൊന്നും അല്ല കേട്ടോ, പല ടൈപ്പ് വിറകുണ്ട്. കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതും മൊത്തം നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വിറകിനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ചെറിയ പീസുകളാക്കിയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എത്ര മേളിൽ നിന്നായാലും നമുക്ക് താഴേക്ക് ഇനിയിപ്പോൾ എടുത്തിട്ട് വരാനാണെങ്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഒരു വലിയ വിറക് എടുക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാട്ടോ. അതുപോലെ നമ്മൾ ചെറിയ പീസുകളാക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങി കറക്റ്റായിട്ട് കൊണ്ടുവരാൻ കൂടി പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലും കൂടെ. എന്തായാലും അതൊരു എടുക്കട്ടെ. ഇതാണെങ്കിൽ നോക്കി ഉള്ളിൽ നിറച്ച് മണ്ണും പൊടികളൊക്കെ ആയിട്ട് വരുന്നത്. എന്നാലും ഇത് നമുക്ക് കത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ താഴേക്ക് എടുത്തിടുവാണേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി വിറക് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി നല്ല പീസ് വിറകുകളാട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കിത് താഴേക്ക് ഇടാം. അപ്പോൾ ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമുക്കിനി വെട്ടി കീറണ്ട. നമ്മളെപ്പോഴും ഇവിടെ ഇതുപോലെ തന്നെ കേട്ടോ വിറക് ഉണ്ടാക്കാറുള്ളത്. കാരണം നമുക്ക് വർഷക്കാലത്തേക്കൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിറകിൻ്റെ ആവശ്യമുണ്ട്. മാത്രമല്ല നമ്മളെപ്പോഴും കൂടുതലായിട്ട് നമ്മളിപ്പോൾ എല്ലാ വിറകടുപ്പ് തന്നെയാണല്ലോ കത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര വിറകുണ്ടാലും തികയില്ല കേട്ടോ. കാരണം അത്രത്തോളം വിറകിൻ്റെ ആവശ്യമുണ്ട്. മാത്രമല്ല നമുക്ക് അതിലൂടെ പണിക്ക് ചേച്ചിമാരായിട്ട് ചേട്ടന്മാരൊക്കെ ആയിട്ട് മിക്ക ടൈമിലും ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി വിറക് നമുക്ക് വേണ്ട. പിന്നെ നമുക്ക് വിറക് അങ്ങനെ പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മരം കോതുന്നതിൻ്റെ ആയാലും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ആയാലും നമുക്ക് അത്യാവശ്യം വിറക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്ക് കളക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആയാലും നമ്മളിത് താഴെ പറമ്പിൽ ആട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് എത്തിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ എന്നാലും കുറേ വിറകൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്ക് ആട്ടോ എടുക്കാറുള്ളത്. അല്ലാതെ നമുക്ക് ചുമന്ന് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ടൈമും എടുക്കും. മാത്രമല്ല നമ്മളായാലും മടുത്തു. അതുകൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം പീസ് മുറിച്ചതായാലും എല്ലാം പാടെ എടുത്ത് വരുമ്പോൾ കുറച്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിക്ക് അടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തായാലും വിറക് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം എന്താ ഇത്രയാട്ടോ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ എടുത്തില്ല. ഇനി നമുക്ക് മേളിലേക്ക് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും മേളിൽ പോയിട്ട് താഴേക്ക് എടുത്തിടാട്ടോ. താഴേക്ക് എടുത്തിടുമ്പോൾ നമുക്ക് അത്രയും ഭാഗം ചുമക്കണ്ടല്ലോ. കാരണം താഴേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ഫുള്ള് ഇങ്ങനെ കുത്തനൊരു ഇറക്കം തന്നെയാട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നേരെ കറക്റ്റ് ആ ഒരു ഭാഗത്ത് തന്നെ വന്ന് കടന്നോളും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിപ്പോൾ കുറച്ച് ഏലത്തിൻ്റെ തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏലത്തിൻ്റെ ആ ഒരു തടത്തിലോ അതുപോലെ തന്നെ തൈലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏലം ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാട്ടോ അപ്പോൾ താഴേക്ക് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കാടൊന്നുമില്ല കേട്ടോ. കാട് മൊത്തത്തിൽ കളഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ വിറകെടുക്കലൊക്കെയാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. മറ്റേത് കാടും കൂടി ഉണ്ടാകുന്ന ടൈമിൽ നമുക്ക് കാടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ നല്ല റിസ്ക് ആയിരിക്കും. എന്തായാലും കാടൊക്കെ തെളിച്ച് സെറ്റാക്കി ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് താഴേക്ക് എടുത്ത് ഇടാനൊക്കെ പറ്റുന്നുണ്ടേ. ഇതിപ്പോൾ എല്ലാം നമ്മൾ എടുത്തിരുന്നത് ഫുള്ള് നമ്മളിപ്പോൾ മിഷൻ വാളിന് മുറിച്ചെടുത്തിട്ടുള്ള വറകുകൾ മാത്രമാണ്. ഇനി നമുക്ക് മുകളിൽ അല്ലാതെ നമ്മളെ കോതി മാറ്റിയ വറകുകളുണ്ട്. നമ്മുടെ ഏലത്തിൻ്റെ ചോലയൊക്കെ ഇറക്കിയതും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വറകുകൾ നമ്മൾ കോതിയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അല്ലാതെ കെട്ടുകളായിട്ട് നമുക്ക് ഓരോരോ കെട്ടുകളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ താഴേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാം. അല്ലാതെ നമുക്കിങ്ങനെ പറമ്പിലേക്ക് വരുന്നൊരു ടൈമിൽ ഓരോ കെട്ടൊക്കെ ആയിട്ട് നമ്മളങ്ങനെ എടുത്തിട്ട് പോകാറാട്ടോ. എന്തായാലും അത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കുറച്ച് പീസായിട്ടുള്ള വറകുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് താഴേക്ക് എടുത്തിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തിട്ടപ്പോൾ ഇതാ ബാക്കി ഏട്ടനെ എടുത്തിടാന്ന് പറയുന്നത് മേളിൽ കയറിയിട്ടുണ്ട്. ഇതാ ബാലൻസ് ഉള്ളതൊക്കെ ഏട്ടനെ എടുത്തിടുന്നുണ്ടേ. പ്ലാവ്, ഈട്ടി അങ്ങനെ ഒരുപാട് വെറൈറ്റി മരങ്ങളുണ്ട് കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ വിറകാക്കിയിട്ട് യൂസ് ചെയ്യണത് തന്നെ ആയാലും ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ വിറകും അതുപോലെ തന്നെ കമ്പ് ചുള്ളിക്കമ്പുകളൊക്കെ ഉണ്ടാവില്ല ചെറുത്. അപ്പോൾ അതൊക്കെയാണ് നല്ല രീതിയിൽ തീ കത്തിട്ടോ. കാരണം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കത്തുന്ന വിറകുകളാണ്. അപ്പോൾ ഇത് എടുത്തിട്ട് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ നന്നായിട്ട് കത്തുന്ന വിറകാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ വിറകൊക്കെ എടുത്ത് പെറുക്കി ഇടുന്നതിൻ്റെ ഇടയിൽ ഒരാളിതാ വന്നിട്ടുണ്ട്. നമ്മളിവിടെ എന്താ പണി നോക്കാൻ വേണ്ടിയിട്ട് നോക്കി. കാണാൻ നല്ല ക്യൂട്ടാട്ടോ. അതേപോലെ നല്ല കുട്ടിത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചുകൊണ്ടാട്ടോ. നമ്മുടെ ആവണിക്കുട്ടിനെ നമ്മൾ കുറച്ച് നേരം താഴെ ആക്കിയ ഒരു ടൈമിൽ അവളുടെ കൂടെ കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ മേളിൽ കയറി പോയപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടിയതാണ് കുറച്ച് നേരമായിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ആൾ. ഇവന് കമ്പനിക്ക് ഇതാ നമ്മുടെ പശുവും കൂടി ഉണ്ട് കേട്ടോ. രണ്ടുപേരും അവിടെ ഇങ്ങനെ മെയ്യുവാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും മേയാനൊക്കെ ഒരുപാട് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടേക്ക് നമ്മളിതാ വെച്ച് കൊടുത്തിട്ടുള്ള ബ്ലോക്ക് പുല്ലാണ്. അത് നമ്മൾ വൈകുന്നേരം വെട്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മേഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് തൊഴുത്തിൽ ഒരു ബ്ലോക്ക് പുല്ലും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കും കൂടി ചെയ്യാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇവിടേക്കാണ് നല്ലൊരു നനവൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഉറവയായാലും വെള്ളമൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പുല്ലൊക്കെ നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് കേട്ടോ. ബ്ലോക്ക് പുല്ലായാലും അല്ലാത്ത പുല്ലും മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ പുല്ല് വളരുന്നുണ്ട് എന്തായാലും. അപ്പോൾ അവനെന്തായാലും അവിടെ നിന്ന് മേയട്ടെ. നമുക്ക് എന്തായാലും ബാലൻസ് ഉള്ള കുറച്ച് വിറകും കൂടി എടുത്ത് താഴേക്ക് ഇടാം കേട്ടോ. ഇവിടുത്തെ ഒരാൾ നല്ല കഠിന പ്രയത്നത്തിലാട്ടോ ഓരോന്നോരോന്നായിട്ട് താഴേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെയിറ്റുള്ള വിറകാട്ടോ. കാരണം അത് കുറച്ചുകൂടി ഉണങ്ങാനുണ്ട്. അപ്പോൾ പലതും പല ടൈപ്പിലാട്ടുള്ളത്. ചിലത് നന്നായിട്ട് ഉണങ്ങിയതുണ്ട്. നല്ല ഉണങ്ങിയ പീസുകളൊക്കെ മുറിച്ചതൊക്കെ താഴേക്ക് എടുത്തിടുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് എടുത്തിട്ടോ. കാരണം നല്ല രീതി തന്നെ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുത്തിടാൻ വേണ്ടി പറ്റും. പക്ഷേ ചിലതെന്ന് പറയുമ്പോൾ നല്ല രീതി തന്നെ പച്ച മുറിച്ചത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തിടാൻ കുറച്ച് പാടാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. ഉള്ളുണങ്ങി വരുന്നതല്ലേ ഉള്ളൂ. എന്നാലും നമുക്കിത് കീറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉണങ്ങും. 2 വെയിലൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും കൂടി ചെയ്യും. പിന്നെ നമുക്ക് തട്ടൊക്കെ കെട്ടി ഒന്ന് വിറക് ഷെഡൊക്കെ ഒന്ന് സെറ്റാക്കാനിടാം. ഇനി വേണ്ട നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇനി മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മുന്നായിട്ട് എന്തായാലും എല്ലാം ഒന്ന് സെറ്റാക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് തിരക്കായി പോയിട്ടോ. പറമ്പിൽ അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് പണികളൊക്കെ പെട്ടെന്ന് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെയൊക്കെ ആയിട്ട് നമുക്ക് ഇത് കുറച്ചങ്ങ് പെൻഡിങ് ആയതാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഇതൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ടൈം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അതുകൊണ്ട് നമുക്ക് ഇനി പതുക്കെ ഓരോന്നായിട്ട് മുകളിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിറകിൻ്റെ ഷെഡൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ആ ഒരു ഏരിയയിൽ ഉള്ള ഒരു വിറകെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിറകെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു തട്ടും കാര്യങ്ങളൊന്നും മാറ്റണം കേട്ടോ. കാരണം താഴ്ഭാഗമൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അതെല്ലാം ഒന്ന് മാറ്റി ക്ലിയർ ആക്കിയതിന് ശേഷം വേണം ഇതെല്ലാം നമുക്ക് വെട്ടിക്കീറി അടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി ഉണ്ടാവട്ടോ വിറക് എല്ലായിടത്തും താഴെ ഇടാൻ വേണ്ടി. എന്തായാലും എല്ലാം ഒന്ന് പെട്ടെന്ന് ഒന്ന് താഴെ ഇട്ടേ. കാരണം നമ്മളിപ്പോൾ വന്നിട്ട് കുറച്ച് ടൈമും ആയി. അതുപോലെ തന്നെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് താഴേക്ക് ഇട്ടതിന് ശേഷം ലാസ്റ്റ് കാണാം കേട്ടോ. മിക്കവാറും നമ്മളതിപ്പോൾ വണ്ടിക്ക് തന്നെ ആയിരിക്കും അടിക്കുക. കാരണം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഇട്ടപ്പോഴത്തേന് അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കൈ വെച്ച് ചുമന്ന് അങ്ങോട്ടേക്ക് കയറ്റുമ്പോൾ നല്ല രീതി തന്നെ ടൈം പോകുന്നൊരു പരിപാടി എടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടി വിളിച്ച് ഇന്നലെ നമുക്കിതെല്ലാം ഒന്ന് മുകളിലേക്ക് കയറ്റാം. അങ്ങനെ ഗൈസ് നമ്മളെല്ലാ വർക്കും താഴേക്ക് ചുമന്ന് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വണ്ടിയെല്ലാം വിളിച്ചതാണ് എല്ലാ വർക്കും നമ്മൾ അതായത് ഇന്നലെ പെറുക്കി താഴേക്ക് ഇട്ട എല്ലാ വർക്കും നമ്മളിതാ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിറക് വെട്ടിക്കീറാനുള്ള ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ടിടാം. അപ്പോൾ അവിടുന്ന് നമുക്ക് പിന്നെ വണ്ടി വന്നതിന് ശേഷം വെട്ടിക്കീറി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് അടുക്കിയും കൂടി വെക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പം എന്തായാലും നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വണ്ടി വിളിച്ച് നമുക്ക് വെട്ടിക്കീറണം. അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ കാണാം. എന്തായാലും വിറകിന് ഓരോന്നോരോന്നായിട്ട് താഴെ എടുത്തിട്ട് അപ്പം എന്തായാലും എല്ലാവരും വിറകെടുക്കലും പരിപാടിയൊക്കെ എന്തായതുപോലെ തന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുന്നായിട്ട് നമ്മൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് നല്ല സേഫായിട്ട് നമുക്ക് തീയൊക്കെ കത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പം എന്തായാലും ഞങ്ങളിത് ഫുള്ളെടുത്ത് താഴെ നിന്ന് ഇട്ടിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയുടെ കാണാം. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ വിറകെല്ലാം എടുത്തൊന്ന് താഴെ ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് അടുക്കി സെറ്റാക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് ചെയ്യട്ടെ. ബൈ.